ഹലോ, ഹായ്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസം മുന്നേ തിരുവനന്തപുരം സൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മൃഗങ്ങളുടെയൊക്കെ ഒരു ഫോട്ടോ എടുത്താട്ടോ. കയറി ചെന്നപ്പം തന്നെ ഇങ്ങനെ കുരങ്ങ്, അങ്ങനെ പല മൃഗങ്ങളുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചങ്ങോട്ട് ചെന്നപ്പം ഒരു കുരങ്ങ് അങ്ങനെ മേലെ ഇരിക്കുക. അത് താഴേക്കൊന്നും വരുന്നേ ഇല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് സിംഹവാലൻ കുരങ്ങ് ആണത്. പിന്നെ നമ്മളതിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ അവിടെ അങ്ങോട്ട് നടന്നു പോയി. നല്ലൊരു വെള്ളം ഒക്കെ വരുന്നൊരു സ്ഥലം കണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് പോയി പിന്നെ കുറച്ച് കുരങ്ങ് കയറി ചെല്ലുമ്പം തന്നെ കുരങ്ങാണ് നിറച്ചില്ല. അവിടെ ഒന്ന് രണ്ടെണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുക. പിന്നെ നമ്മൾ പക്ഷികളെയൊക്കെ കേട്ടോ കണ്ടത്. തത്ത, പിന്നെ കാട്ടുകോഴി, അങ്ങനെ പല സൈസ് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ട് ഇത് യമുവാട്ടോ, വെള്ള കളറുള്ളത്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളവിടുന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അതവിടെ ഒരു മൂങ്ങനെയൊക്കെ കണ്ട്, അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം കണ്ട് എല്ലാം കൂട്ടിൻ്റെ അകത്തായതുകൊണ്ട് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അത് കാട്ടുമീൻ കണ്ട് പോയി വേറെ ഏതൊരു സാധനത്തിലാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, കാട്ടുമീൻ. അങ്ങനെ നമ്മൾ കണ്ട് തത്തകൾ, കുറേ തത്ത ഒരു കൂട് നിറച്ചും ഉണ്ടായിരുന്നു. തത്തയൊക്കെ കണ്ട് പിന്നെ അപ്പുറത്തോട്ട് നല്ല ലവ് ബേർഡ്സ് പോലത്തെ നല്ല പല കളറുള്ള തത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ നല്ല ഭംഗിയാട്ടോ അത് കാണാനൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ അങ്ങോട്ട് പോയി കൊക്ക് നിറച്ചും വെള്ളത്തിലും അവിടെ കൊക്കാട്ടോ കൂടുതൽ കാണുന്നത്. അതിൻ്റെ കൂടുകളൊക്കെ അവിടെ അടുത്ത് മരമൊക്കെ ഉണ്ടായിരുന്നു. മരത്തിൻ്റെ മണ്ടയിലെല്ലാം അതുങ്ങൾ കൂടൊക്കെ വെച്ചിട്ട് എന്തോരം എത്രയാണെന്നറിയാമോ കൊക്കാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഒത്തിരി പേരുണ്ട് അവിടെ കാണാൻ. അവിടെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. അപ്പോൾ ഈ കൊക്കുകളൊരു ഭയങ്കര രസമാണ് കാണാൻ. പല സൈസുള്ള കൊക്കുകളൊക്കെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കണ്ട് അതിൻ്റെ കൂടാൻ തോന്നില്ല. അത്ര ഭംഗിയാ മരത്തിൽ അതിൻ്റെ കൂടുകൾ, പിന്നെ കൂട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം കേട്ടോ നമുക്ക്. അങ്ങനെ അതിനെല്ലാം കണ്ടുവച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്ന് ഇപ്പുറത്തോട്ട് വന്നിട്ട് ഇപ്പുറത്തും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ കൊക്ക്. വെള്ളത്തിലല്ല സൈഡിലൊക്കെ ഇരിക്കുന്നു. നമുക്ക് മീനൊക്കെ കൊണ്ടിട്ട് കൊടുക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കണ്ടോ അതിൻ്റെ കൂടികളൊക്കെ കണ്ടോ അതുപോലെ ഇരിക്കുന്ന പല. അങ്ങനെ നമ്മൾ കൊക്കിനെല്ലാം കണ്ടിട്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഒരു കുളം. ആ കുളത്തിലാണെങ്കിൽ വലിയ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കണ്ടു. അങ്ങനെ ഒരു അഴുക്കായ ഒരു കുളമാണ് അത്. പക്ഷേ അതിൻ്റെ അകത്തുണ്ടല്ലോ വലിയ മീൻ. അതിനെല്ലാം കണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊക്കെ മാറിയപ്പോൾ വലിയ കുളമാണ്, നിറച്ച് മീനുണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളും വലുതും ഒക്കെ. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് കരടി രണ്ട് കരടി രണ്ടെണ്ണോ ഉള്ളു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കരടീനെ ഇങ്ങനെ നമ്മൾ ദൂരെ നിന്ന് കണ്ടു. പിന്നെ കുറേ മരങ്ങളൊക്കെ കേട്ടോ, നാഗലിംഗം, ഇങ്ങനെ അവിടെ മ്യൂസിയത്തിലുള്ള കുറേ മരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജാവ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ദൂരമായിരുന്നു, അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. എങ്കിലും അതിനെല്ലാം കണ്ട് അവിടുന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് അതിലെല്ലാം നടന്നു. പിന്നെ അവിടെ ഒരു ഹിപ്പോപ്പൊട്ടാമസ്, അതൊക്കെ ദൂരെ നായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഒറ്റയാനാട്ടോ അത്. അപ്പം ദൂരം ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല ഫോട്ടോ എടുക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് പോയി.
അപ്പം പിന്നെ മാനല്ലല്ലോ കാട്ടാടാന്ന് തോന്നുന്നു. എന്തോ ആട് പോലത്തെ എന്തോ സാധനം. അതിനെല്ലാം കണ്ട് പിന്നെ അതിന് പുല്ലൊക്കെ കൊണ്ടുവരുന്നു. വണ്ടിക്കകത്ത് പുല്ല് ചപ്പ് കൊണ്ടുപോയി പുറത്തുനിന്ന് അങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ കുറച്ച് എല്ലാം കണ്ട് അതിനെ പുല്ല് കഴിച്ച് ചപ്പൊക്കെ തിന്നുന്നു. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി. ദൂരെ നടന്നപ്പോൾ പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ അവിടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളവിടെ അങ്ങോട്ട് പോയി. പിന്നെ മാനവിടെ പിന്നെ നമ്മൾ കാട്ടീൻ്റെ അടുത്തേക്കാണ് പോയത്. 3-4 കാട്ടികളൊക്കെ അവിടെയുണ്ട്. അവരവിടെ ഇങ്ങനെ കണ്ട പോലെ കുത്തിയിട്ടിരിക്കും അവിടെയൊക്കെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് വലിയ ഒട്ടകപ്പക്ഷി അതെല്ലാം കണ്ട് പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പം പിന്നെ മാൻകൂട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മാനിനെയാണ് കണ്ടത്. പിന്നെ എൻ്റെ മാനിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ വീഡിയോ എടുത്തതിനെക്കാട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമുണ്ടല്ലോ. നടന്ന് തിന്നുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗി. അതെല്ലാം കണ്ട് സെൽഫിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പിന്നെ എനിക്ക് അവരുടെ അടുത്ത് ഇങ്ങോട്ട് പോരാൻ തോന്നില്ല, അത്ര ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ ഒരു പതല సరేనమ్మా ആർക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു മേലക്കര ഒരു ക്ലിയർ ഇല്ല അതിന്. കപ്പ ഓരോ മിനിറ്റ് വൈകിട്ട് കാക്കേന്റെ കിന്നാരം അതിലാളെ വേണേ കൊണ്ടുപോകും. മാംസഭോജികളെ ഇങ്ങോട്ട് നമ്മളിതിലെ വന്നല്ലേ ചേച്ചി? നമ്മൾ സിംഹത്തെ കണ്ടല്ലേ? പിന്നെന്താ ഇങ്ങോട്ടാ എങ്ങോട്ട് എന്നാ പാത്രം കൊടുത്തിട്ട് വരട്ടെ. ഇത് ഇവിടെ നോക്കണേ. ഇത് നോക്കണേ. ചായ 2 ചായ ഒരു പാൽ ചായ ഉണ്ട്. ചായ 3 ചായ. இங்கிருந்து பாரு, இங்க வா, இங்க வா, அங்க
ഡോറിയും കൂടെ അങ്ങ് പോകും. ഇവിടെ വീണ കൂട്ടു